താൽക്കാലിക വി.സി നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. താൽക്കാലിക വി.സി നിയമനത്തിൽ സുപ്രീം കോടതി വിധി പകർപ്പ് പുറത്ത് നിയമനം നടത്തേണ്ടത് സർവകലാശാല നിയമപ്രകാരമാണെന്ന് സുപ്രീം കോടതി. സാങ്കേതിക സർവകലാശാലയിലെയും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും നിയമനങ്ങളിലാണ് ഗവർണർക്ക് തിരിച്ചടി. ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, നേരത്തെ ഹൈക്കോടതിയിലും ഗവർണർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി. ഇപ്പോഴിതാ സുപ്രീം കോടതിയിലും ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നുണ്ട്? ഭദ്ര, പ്രധാനമായും ഈ താൽക്കാലിക വി.സി നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും നിയമനങ്ങളിലാണ് ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ നമുക്ക് വിശദമായി വ്യക്തമാക്കുന്നത് കോടതി. അതായത് താൽക്കാലിക വി.സി നിയമനത്തിന്റെ വിധിപ്പകർപ്പിൽ പറയുന്നത് നിയമനം നടത്തേണ്ടത് സർവകലാശാല നിയമപ്രകാരമാണ് എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം താൽക്കാലിക വി.സിമാരെ നിയമിക്കേണ്ടത് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ അതിന്റെ ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. സാങ്കേതിക സർവകലാശാലയുടെ നിയമം സെക്ഷൻ 13(7) പ്രകാരവും ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമം 11(10) എന്നിവ പ്രകാരവും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് ഈ വിധിപ്പകർപ്പിൽ എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ താൽക്കാലിക വി.സി നിയമനത്തിന് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ഗവർണർക്ക് കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതും കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക വി.സി നിയമനം പാടില്ല, അവിടെ സ്ഥിരം വി.സിമാരെ നിയമിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കോടതി നിഷ്കർഷിച്ചിരിക്കുന്നത്. അതായത് ഗവർണറുടെ നിലപാടുകൾക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണിത് എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും ഷീജ, എന്തായാലും ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് സുപ്രീം കോടതിയിലും ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പാനൽ നൽകിയിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക വി.സി നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം ഈ താൽക്കാലിക വി.സിമാരെ തെരഞ്ഞെടുക്കേണ്ടത്, അതും 6 മാസത്തെ കാലാവധി എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ സുപ്രീം കോടതി.